ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതൊരു പുതിയ ട്രിമ്മർ ഹെഡാണ്. ഒരു ലൈറ്റ് വെയ്റ്റ് ട്രിമ്മർ ഹെഡ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ 4 ട്രിമ്മർ ലൈൻ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ട്രിമ്മർ ഹെഡ്. ഞാനത് അഴിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾക്ക് വള്ളി ഇടാനുള്ള ഭാഗങ്ങളൊക്കെ കാണാം. ഇനി ഞാൻ പതിവ് പോലെ ബ്രഷ് കട്ടർ എടുത്തൊന്ന് തിരിച്ചു വയ്ക്കുകയാണ്, നമുക്കിത് ഫിറ്റ് ചെയ്യുന്നത് കാണുവാനായിട്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്ലേഡ് നട്ട് അഴിച്ചെടുക്കണം. എൻ്റെ എല്ലാ വീഡിയോകളിലും ഇതൊക്കെ ചെയ്യുന്നതാണ്, എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെയും ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഗ്രൂവ് കാണുന്നുണ്ട് നമ്മുടെ ലോക്ക് വാഷറിൻ്റെ, അതുപോലൊരു ഗ്രൂവ് നമ്മുടെ ട്രിമ്മർ ഹെഡിൻ്റെ ചുവട്ടിലുമുണ്ട്. ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പ്ലാസ്റ്റിക്കും കൂടെ ചേർന്ന ഒരു ചെറിയ ട്രിമ്മർ ഹെഡിൻ്റെ മറ്റൊരു പതിപ്പ് പോലെ ഉണ്ടിത്. കാരണം ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രഷ് കട്ടറുകളിലും ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് ബ്ലേഡ് നെറ്റ് ഉപയോഗിച്ച് സെറ്റ് ചെയ്യാവുന്നത് കൊണ്ട് എല്ലാ ബ്രാൻഡ് ബ്രഷ് കട്ടറുകളിലും ഒരു പരിധി വരെ ഇത് ഫിറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ട്രിമ്മർ ഹെഡുകളിൽ ത്രെഡ് വരുമ്പോൾ മാത്രമാണ് എല്ലാ ട്രിമ്മർ ഹെഡുകളിലും അത് സെറ്റാകാൻ കഴിയാത്തത്. അപ്പോൾ വാഷറൊന്നും ഇടാതെ നമ്മുടെ ബ്ലേഡ് നട്ട് മാത്രം ഉപയോഗിച്ചാണ് നമ്മളിത് ബ്രഷ് കട്ടറിലേക്ക് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ 4 കളർ ട്രിമ്മർ ലൈനുകളാണ് ഉപയോഗിക്കുന്നത്. എല്ലാം ഏകദേശം നല്ല ക്വാളിറ്റിയുള്ള ട്രിമ്മർ ലൈനുകളാണ്. കളർ നോക്കണ്ട, പല കളറിൽ വ്യത്യാസം ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ട്രിമ്മർ ലൈനുകൾ തന്നെയാണ്. കുറച്ചുകൂടെ സ്പീഡിൽ എനിക്ക് ലോഡ് ചെയ്യാൻ കഴിയും, പക്ഷെ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പതുക്കെ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് മുകളിലത്തെ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ത്രെഡാണ്. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ട്രിമ്മർ ലൈൻ അമങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നൊരു ഹാൻഡ് ടൈറ്റാണ്, അതുകൊണ്ട് ട്രിമ്മർ ലൈൻ ടൈറ്റായെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ബ്രഷ് കട്ടർ സ്റ്റാർട്ടായി വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിമ്മർ ഹെഡ് ഉപയോഗിച്ച് നമ്മൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് പുല്ല് കട്ട് ചെയ്യാൻ പോവുകയാണ്.
ബ്രഷ് കട്ടർ സാധാരണ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. ഒരു പകുതി കൈ മാത്രമേ ആക്സിലേറ്റർ കൊടുത്തിട്ടുള്ളൂ. ഫുൾ സ്പീഡിലൊന്നുമല്ല ബ്രഷ് കട്ടർ വർക്ക് ചെയ്യുന്നത്. എന്നാലും നല്ല കട്ടിങ്ങിന് കുറവൊന്നുമില്ല. ഇനി നമ്മൾ പുല്ല് വെട്ടുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പുല്ലാണ് അടിക്കാൻ പോകുന്നത്. നാര് കൂടുതലുള്ളത് കൊണ്ട് മുറിയാനൊക്കെ ബുദ്ധിമുട്ടുള്ള പുല്ലാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിലം ചേർത്തി തന്നെയാണ് അടിക്കുന്നത്.
ഇനി നമ്മൾ ആദ്യം വർക്ക് ചെയ്തതുപോലെ തന്നെ ഇത്തിരി കനം കൂടിയ അതായത് തണ്ട് കനം കൂടിയ പെരിങ്ങലമാണ് ഇപ്പോൾ അടിക്കുന്നത്. ആദ്യത്തേലും നല്ല കനം ഇതിൻ്റെ തണ്ടുകൾക്കുണ്ട്. ഇപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കൈ കൊടുത്താണ് അടിക്കുന്നത്. അപ്പോൾ ഇത്ര നേരം വർക്ക് ചെയ്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ട്രിമ്മർ ഹെഡിന് ഒരു അനക്കവും തട്ടിയിട്ടില്ല, നിങ്ങൾ കാണുന്നുണ്ട്, എവിടെയും മുട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ട്രിമ്മർ ലൈനിൽ ലോഡ് ചെയ്തിരുന്ന ഒരു ട്രിമ്മർ ലൈൻ വൈറ്റ്, അത് ഗ്ലാസ് ടൈപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്റ്റീൽ വള്ളി എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഏറ്റവും വില കൂടിയ ട്രിമ്മർ ലൈനായിരുന്നത്. അത് ചാടിപ്പോയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു കട്ടിയുള്ള പെരിങ്ങലം അടിച്ചപ്പോഴായിരിക്കണോ അത് ചാടിപ്പോയത്. ഞാൻ നോക്കിയിട്ട് കണ്ടൊന്നുമില്ലത്. അപ്പോൾ അത് ചാടിത്തെറിച്ച് എവിടെയോ പോയിട്ടുണ്ട്. അതിന് കാരണം കൂടെ ഉണ്ട്. കാരണം ഈ ട്രിമ്മർ ലൈനുകളെക്കാളും ഒരു പൊടിക്ക് അതിന് വണ്ണം കുറവാണ്. മാത്രമല്ല അതിന് ഇതിനേക്കാളും കുറച്ച് സ്ലിപ്പാകുന്ന ടൈപ്പുമാണ്. അതുകൊണ്ടായിരിക്കും അത് ചാടിപ്പോകാനിടയായത്. അപ്പോൾ ഞാൻ ആദ്യം അളന്നാണ് ഈ വള്ളി മുറിച്ചെടുത്തത്. 15 ഇഞ്ചാണ് ഞാൻ വള്ളി അളന്ന് മുറിച്ചെടുത്തത്. ഇത്രയൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടും കാര്യമായൊരു തേയ്മാനം അതിന് ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ ട്രിമ്മർ ഹെഡിൻ്റെ വില ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വെയ്റ്റ് 206 ഗ്രാമാണ്. Thank you for watching.